തരൂരിന്റെ ലേഖനത്തിന് മാത്രമല്ല, ലേഖനത്തിന് ശേഷം തരൂർ ഇത് ആവർത്തിച്ച് ഗ്ലോബൽ എക്കോസിസ്റ്റത്തിന്റെ റിപ്പോർട്ടിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ആധികാരികമായ കണക്കുകൾ, നീതി ആയോഗിന്റെ കണക്കുകൾ, ആ കണക്കുകളുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ആ ലേഖനത്തിൽ ഈ വാദവും ഉന്നയിക്കുന്നത്. അതിൽ തരൂർ വ്യക്തമായി പറയുന്നുണ്ട്, ഈ മേഖലയിൽ മാത്രം, വ്യവസായ മേഖലകളിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി വളരെ ജമ്പ് ഉണ്ടായിട്ടുണ്ട്, വലിയ നേട്ടം ഉണ്ടായിട്ടുണ്ട്. 28-ൽ നിന്ന് 26 26-ൽ നിന്ന് 1-ലേക്ക് കേരളം വന്നു. അതിനെ നമ്മൾ അംഗീകരിക്കുന്നതാണ് തരൂർ പറയുന്നത്. ഈ ഗ്ലോബൽ എക്കോ സിസ്റ്റം റിപ്പോർട്ടിനെ കുറിച്ച് തരൂര് ഇതിൽ റിപ്പോർട്ടിന് മാത്രമല്ല, റിപ്പോർട്ടിന് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ മാധ്യമപ്രവർത്തകർ പോയപ്പോൾ ഇതേ ആർഗ്യുമെന്റ് അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു, വീണ്ടും തുടർച്ചയാവും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ ലേഖനം വായിക്കട്ടെ, ലേഖനം വായിച്ചിട്ട് ലേഖന കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടെങ്കിൽ നമ്മോട് തർക്കിക്കാൻ സംഭവത്തിന് ഞാൻ തയ്യാറാണെന്ന് തരൂർ പറഞ്ഞു. അതിനുശേഷം താങ്കളാണ് രംഗത്ത് വന്നത്. ഇതുവരെ വി ഡി സതീശൻ ഇക്കാര്യത്തിൽ തരൂരിന്റെ ഏതിന്റെ കണക്കെന്ന് പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ മറുപടിയിൽ തർക്കിക്കാനേ വന്നില്ല. താങ്കൾ ഈ ആർഗ്യുമെന്റ്സ് വയ്ക്കുന്നുണ്ട്, അത് നമുക്ക് സമാധാനമാണ്, നമുക്ക് പരിഗണിക്കാം. പക്ഷെ തരൂരിന്റെ വാദം അതാണ്, ഈ പറഞ്ഞ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തരൂർ വാദം ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് പാർട്ടി എന്ന നിലയിൽ തരൂരിനെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയാത്തത്? അങ്ങനെയാണെങ്കിൽ അല്ല, തരൂര് ഇതിന് ശേഷം ഞാൻ പറഞ്ഞു, പുള്ളിയുടെ ലേഖനത്തിൽ പുള്ളി എഴുതി കറക്റ്റാണ്. അതിൻ്റെ അകത്ത് പുള്ളി പറഞ്ഞത്, രാജീവ് പറഞ്ഞത് സത്യമാണെങ്കിൽ, അല്ലല്ല ഞാൻ വായിച്ചു, ഇല്ല ആ ലേഖനത്തിൽ പറഞ്ഞ ഈ ഡേറ്റകൾ പറയുന്നുണ്ട്. തരൂർ രണ്ടാമത് മാധ്യമങ്ങളെ സംസാരിച്ച് താങ്കൾ കേട്ടായിരുന്നു. ആ സംസാരിച്ച ഭാഗത്ത് തരൂർ വ്യക്തമായി നമ്മൾ ചോദ്യം ചോദിക്കുന്നു. തരൂർ പറയുന്നുണ്ട്, ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ഈ ഇതുണ്ടല്ലോ, ഗ്ലോബൽ എക്കോസിസ്റ്റത്തിന്റെ ആ റിപ്പോർട്ട്, 30 നീതി ആയോഗിന്റെ കണക്ക്, ഇതിൽ അദ്ദേഹം തന്നെ പറയുന്നത് 28 ആയിരുന്നു, അതിൽ 26 പിന്നെ 2 വർഷം കൊണ്ട് വളരെ പെട്ടെന്ന് ജമ്പ് ചെയ്ത് കേരളം 1-ാം സ്ഥാനത്തെത്തിയത്. അല്ല, ആ 28, 26, 1 പറയുന്നത് ഈ മറ്റേ റാങ്കിങ്ങിനെ കുറിച്ച്. ഗ്ലോബൽ എക്കോസിസ്റ്റത്തിൽ ഒരിക്കലും കേരളത്തിന്റെ ഈ 254% ഗ്രോത്ത് എന്ന് പറയുന്നത് ആ റെഫറൻസ് ഗ്ലോബൽ ആവറേജ് 46% ഉണ്ട്. ഗ്ലോബൽ ആവറേജ്, അതായത് ലോകത്ത് മുഴുവൻ വളർച്ചാ നിരക്കിന്റെ മാക്സിമം എന്ന് പറയുന്നത് 46%. ആ സമയത്ത് ഇന്ത്യ അല്ലെങ്കിൽ കേരളം 254% വളർന്നു എന്നാണ് ക്ലെയിം. അപ്പം അതിൻ്റെ നെറ്റിഗ്രീച്ച് ഈ ഇങ്ങനെയുണ്ട ഒരു ഇതുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിൽ റെഫറൻസ് പോലും ഇല്ല. ടോപ്പ് 40 ലീഡേഴ്സിൽ വരാതിരിക്കുമോ? ടോപ്പ് 40 ലീഡേഴ്സിൽ ആ റിപ്പോർട്ടിൽ കേരളത്തിന്റെ റെഫറൻസ് ഇല്ല എന്നാണ് എൻ്റെ പോയിന്റ്. പക്ഷേ ഈ ഒരു കണക്ക് വെച്ചിട്ടെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ വളരെ ലോ ഇതിൽ നിന്നിട്ട് പെട്ടെന്നൊരു ചെറിയ ഒരു ഇതുണ്ടാക്കി, ഇപ്പോൾ 1 രൂപ കയ്യിലുണ്ടായിരുന്ന ആൾ 10 രൂപ ഉണ്ടാക്കിയാൽ അത് എത്ര ഇരട്ടിയാണ്? 1000 ഇരട്ടിയായി. എന്നുവെച്ചാൽ 1ന്റെ ഇരട്ടി എന്ന് പറയുന്നത് 2 രൂപ. അപ്പം അങ്ങനെ 1000 ഇരട്ടി ഗ്രോത്താണ്. 1-ൽ നിന്ന് 10 ഉണ്ടാക്കിയ ഒരാളുടെ ഗ്രോത്ത് മാത്രം ഇങ്ങനെ അവർ പ്രൊജക്റ്റ് അതിൻ്റെ മെൻഷൻ ചെയ്യില്ല. അതേസമയം 5000 രൂപ കയ്യിലുണ്ടായിരുന്ന ഒരാൾ 50% ഗ്രോത്ത് ഉണ്ടാക്കിയാൽ എത്രയായി? 2500 രൂപ കൂട്ടി 7500 രൂപയായി. അപ്പം 5000 ഉള്ളവൻ 2500 ഉണ്ടാക്കി 7500 ഉണ്ടാക്കി, അതിനെ റെഫർ ചെയ്യും. കാരണം ദാറ്റ് മേക്സ് സെൻസ്. 1 രൂപ ഉണ്ടായിരുന്നു 10 രൂപ ഉണ്ടാക്കി, എനിക്ക് 1000 ഇരട്ടി ഞാൻ വളർന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അപ്പം അതിൻ്റെ ഏതാണ് വിച്ച് മേക്സ് സെൻസ്? ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ട്രൈങ് ടു സേ. 5000 രൂപ ഉണ്ടായിരുന്ന ഒരാൾ 50% വളർച്ച നേടുമ്പോൾ അയാൾക്ക് 7500 രൂപ കയ്യിലുണ്ടായി. 1 രൂപ കയ്യിലുണ്ടായിരുന്നവൻ 10 രൂപ കയ്യിലായപ്പോൾ പറയും ഞാൻ 1000% വളർന്നു എന്ന്. 1000% പെർസെൻറ്റേജ് ഇറ്റ്സ് കറക്റ്റ്. കാരണം 1ന്റെ 100% 2 രൂപയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 1000% വളർച്ചയാണ് ഇവിടെ 1-ൽ നിന്ന് 1 രൂപ എന്നുള്ള 10 രൂപ ഉണ്ടാക്കിയത്. ഡസ് ഇറ്റ് മേക്ക് എനി സെൻസ്? എനി റെഫറൻസ്? അപ്പം അങ്ങനെ കണക്കുകൾ നമുക്ക് പല രീതിയിൽ ഇത് ചെയ്യാം. കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയാണ് തരൂർ ഈ ആർഗ്യുമെന്റ്സ് ഈ സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാണ്? അങ്ങനെയാണെങ്കിൽ ബോധ്യപ്പെടുത്തേണ്ട ആരെയായിരിക്കും? തരൂരിനെയാണ്. തരൂർ പറഞ്ഞത് തെറ്റുണ്ടോ? അതാണ് എന്റെ ഒരു ചോദ്യം. തരൂർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ലേഖനത്തിലും അദ്ദേഹം തിരിച്ച് രണ്ടാമത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിൽ പിശക് പറ്റിയോ? അതാണ് മാത്യു ചോദ്യം. അദ്ദേഹം പറഞ്ഞതിൽ രാജീവിനെ കോട്ട് ചെയ്ത് പറഞ്ഞ കണക്കുകൾ മിസ്ലീഡിംഗ് ആണ്, അത് തെറ്റാണ്. ദാറ്റ്സ് നോട്ട് കറക്റ്റ്. ഐ വിൽ കൺവേ ടു ഹിം. ഐ ഓൾറെഡി കൺവേ ടു. വിവിധ കേട്ടഗറീസ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലാണ് വൈ ഫെലിസിറ്റേറ്റിംഗ് ദ ടോപ്പ് പെർഫോമൻസ് അണ്ടർ ദ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ Sri Goyal recognized the outstanding work of states and UTS in enhancing the ease of doing business. States like Kerala, Andhra Pradesh and Gujarat we are highlighted for their remarkable reforms in streamlining process and providing efficient service business and citizens alike.
അല്ല അത് റെഫറൻസ് ഉണ്ടായിരുന്നു പറഞ്ഞില്ല. വിവിധ കാറ്റഗറിയെ സംബന്ധിച്ച് കൂടിയാണ്. വിവിധ അതായത് ആ കാറ്റഗറിയിൽ കേരള, ആന്ധ്രാപ്രദേശ് ആൻഡ് ഗുജറാത്ത് ആ മൂന്നെണ്ണത്തിന്റെ റെഫറി അതിന്റെ താഴത്തേക്ക് അവർ ഫെസിലിറ്റി 100% പറഞ്ഞ കാര്യത്തിൽ സ്വീകാര്യതാണ്. ഇതിനകത്ത് രാഷ്ട്രീയത്തിന് അതീതമായി നമ്മളൊരു പൊതുവികസന കാഴ്ചപ്പാടും കേരളത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നുള്ള നിലപാട്. അപ്പൊ ഇതിനകത്തുള്ള ഒരു എന്താണ് നമ്മൾ നെഗറ്റീവ് പൊളിറ്റിക്സിന്റെ ഭാഗമായി നിൽക്കുന്ന MLA അല്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ ഇതിനകത്തുള്ള ആർഗ്യുമെന്റ്സ് എങ്ങനെയായിരിക്കും കേരളത്തിന്റെ പൊതു പുരോഗതിക്ക്? അതാണ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പക്ഷെ പ്രതിപക്ഷം എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? കേരളത്തിൽ ഒരു ചുക്ക് നടക്കുന്നില്ല, കേരളത്തിൽ അങ്ങനെയല്ല, ഇതെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കാണ്, അങ്ങനെ ഒരു ആർഗ്യുമെന്റ്സ് ആണ് നടത്തുന്നത്. ഒരു നല്ലതാണ് പോസിറ്റീവായ ഡിബേറ്റ്. അതെ, ഞാൻ അതിന്റെ വ്യത്യാസം പറഞ്ഞുതരാം. നമ്മൾ ഇതുകൊണ്ടെല്ലാമായി നമ്മൾ നമ്പർ 1 ആയി എന്ന് പ്രചരിപ്പിച്ചാൽ നമ്മുടെ ഈ അച്ചീവ്മെന്റ് ഇത്രേ ഉള്ളൂ ധരിക്കും. വി ഹാവ് മൈൽസ് അല്ല, ഇത് കേക്ക് അങ്ങനെ പറയുന്നില്ല. വി ഹാവ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്നുള്ള പ്രിൻസിപ്പിളാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച്. യുവാക്കളുടെ ഒഴുക്ക് എല്ലാം നമുക്കറിയാം, ഇഷ്യൂസും പ്രോബ്ലംസും എല്ലാം നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇതുകൊണ്ടെല്ലാമായി നമ്പർ 1 ആയി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കള്ളം പറയരുതെന്നുള്ളതാണ് എൻ്റെ പോയിന്റ് നമ്പർ 1. അല്ലാണ്ട് ഒന്നും നടന്നിട്ടില്ല എന്ന് ഞാൻ പറയാനാണ്. ഞാൻ പറഞ്ഞല്ലോ KCBയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വർക്കിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം, LSTDയുടെ വർക്കിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. കാരണം അവരുടെ വർക്ക് കൊണ്ടാണ് ഈ സൈറ്റേഷൻ വന്നത്. ആ സൈറ്റേഷൻ വന്നില്ല എന്ന് ഞങ്ങൾ ആരെയും പറഞ്ഞു, കേരളത്തെ റെഫർ ചെയ്തില്ല എന്ന് ഞങ്ങൾ ആരെയും പറഞ്ഞു, VD സതീശൻ പറഞ്ഞു. നോ, he will never say like that. അത് വന്നു അവരുടെ ഡിപ്പാർട്ട്മെന്റ്. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ വി എമർജ് ആസ് നമ്പർ 1. അത് പറയുന്നത് അത് മിസ്ലീഡിംഗ് ആണ്, അത് പൊളിറ്റിക്കലാണ്, അത് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ഓണസ്റ്റി ഉള്ളതല്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ ഭാഗമല്ല. ദാറ്റ് ഈസ് എ നെറേറ്റീവ് സെറ്റിംഗ്, ദാറ്റ് ഈസ് ബിഫൂളിംഗ് പീപ്പിൾ. ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എക്സ്പോസ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ഞാൻ പറഞ്ഞു നിങ്ങൾ ആർഗ്യൂ ചെയ്യുന്ന പോലെ ആർഗ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ആം ഹാപ്പി ടു ആൻസർ. അല്ലെങ്കിൽ നിങ്ങളുടെ ആർഗ്യുമെന്റിനെ നമുക്ക് ബൈ ആയിരിക്കും, ഒരു ബുദ്ധിമുട്ടുമില്ല. യു ആർ ഫെയർലി ആർഗ്യൂയിങ് യുവർ കേസ്. ഇറ്റ്സ് വെരി ഗുഡ് ആർഗ്യുമെന്റ്. ഒന്നും നടക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഐ എം ബൗണ്ട് ടു സേ ദാറ്റ് കേരള ഇസ് ഇംപ്രൂവിംഗ്, നോ ഡൗട്ട്. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ വി ആർ റാങ്ക് നമ്പർ 1. അത് പൊളിറ്റിക്കലാണ്, അവിടെയാണ് പ്രശ്നം. ഈ സർക്കാരിനെ സംബന്ധിച്ച് നേട്ടങ്ങളെ സംബന്ധിച്ച് സർക്കാർ തുടർച്ചയായി പറയുന്നുണ്ട്. പുതുവേള കാര്യമല്ല, ഇത് പറയും ഇപ്പൊ ഈ പറഞ്ഞ വിവാദത്തിൽ തുടക്കം കുറിച്ച് തരൂരിന്റെ ഒരു ലേഖനമാണല്ലോ. തരൂരിന്റെ ലേഖനത്തെ സംബന്ധിച്ച് അദ്ദേഹം ഈ പറഞ്ഞ ഡേറ്റകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ, അദ്ദേഹം ഈ വിവാദം ഉണ്ടാക്കിയതാണോ, അത് അദ്ദേഹം തെറ്റുപറ്റി അംഗീകരിക്കുന്നുണ്ട്, തരൂരിന്റെ തെറ്റുപറ്റി? അല്ല, ഞാനത് വളരെ എന്റെ അതിനെ സംബന്ധിച്ചുള്ള നിലപാട് വളരെ കൃത്യതയോടുകൂടി ഞാൻ പറഞ്ഞു. തരൂർ കോട്ട് ചെയ്തത് രാജീവ് പറഞ്ഞ ഫാക്ട്സ് ആണ്. അല്ല, അത് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗമാണ് എക്കോസിസ്റ്റത്തിന്റെ. എക്കോസിസ്റ്റത്തെ സംബന്ധിച്ച് ഒരു അക്കോർഡിംഗ് ടു മീ, ഇൻ മൈ ഹംബിൾ ഒപ്പീനിയൻ, ആ നിലയിൽ ഒരു റെഫറൻസ് അല്ലെങ്കിൽ ആ നിലയിൽ ഒരു ഒബ്സർവേഷൻ നടത്താവുന്ന ഗ്രോത്ത് കേരളം ഉണ്ടാക്കിയിട്ടില്ല. ആ നിലയിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സ്കെയിൽസിന്റെ ഒരു എക്സാമ്പിൾ, സ്കെയിൽസ് ഉണ്ട് ഇതിനകത്ത്. കേരളം ട്രമെൻഡസ് നേട്ടമുണ്ടാക്കി എന്ന് പറയാൻ പാകത്തിനുള്ള ഒരു ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആയിരുന്നില്ല. ബട്ട് ഹി ഹസ് ഗോട്ട് ഹിസ് റൈറ്റ് ടു റെഫർ ടു ദാറ്റ് ഡേറ്റ. ഏത് ഡേറ്റയാണ് നമ്മൾ റിലേ ചെയ്യുന്നതെന്നുള്ള അനുസരിച്ചിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞത് ടോപ്പ് ഗ്ലോബൽ 40 ലീഡേഴ്സിൽ വി ആർ നോവർ ദെയർ. ഞാൻ പറഞ്ഞത് ഈവൻ നിങ്ങൾ നോക്ക്, ഈവൻ ഇപ്പോൾ ഡൽഹിയുടെ എക്കോസിസ്റ്റത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് $66 ബില്യൺ ആണ്. വി ആർ അറ്റ് 1.7 ബില്യൺ. നമ്മളത് മനസ്സിലാക്കണത് എന്ത് ഡിഫറൻസ് ആണ്, വാസ്റ്റ് ഡിഫറൻസ് ആണ് ഇന്ത്യയിലെ തന്നെ ഇത് തമ്മിലുള്ളത്. ഇത് ഏറ്റവും വലിയ റെഫറൻസുകൾ നടക്കുന്നു, പക്ഷേ അതിൻ്റെ നമ്മളില്ല. അപ്പം അത് മനസ്സിലാക്കണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, താങ്ക് യു.